നമസ്കാരം. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ബയോമാസ്റ്റർ PSCയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ HST നാച്ചുറൽ സയൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളായ മൊഡ്യൂൾ 5 ടെറിഡോളജി എന്ന ഭാഗത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വീഡിയോ ക്ലാസ്സുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി എക്സാം വളരെ അടുത്ത് കഴിഞ്ഞു. നമുക്കറിയാം, ഒരു 4-5 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെയൊക്കെ വീഡിയോ ക്ലാസ്സുകൾ പിന്നെ അപ്ലോഡ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് പേഴ്സണലി അയക്കുന്നതും അതുപോലെ യൂട്യൂബിലെ കമൻസും ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ടെറിഡോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: ഗീബൽ, എഫ് ബോവർ, SR കശ്യപ്, ക്യാമ്പൽ. ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാവരും തന്നെ ടെറിഡോളജിയുമായിട്ട് അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്യാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. അപ്പോൾ അതിൽ ഗീബൽ അതുപോലെ എഫ് ബോവർ. അപ്പോൾ ആദ്യം ഞാനൊരു വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരെങ്കിലും അത് കണ്ടു കാണും. അപ്പോൾ അതിനകത്ത് ടെറിഡോളജിയുടെ പിതാവ് ഗീബൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു തെറ്റായതുകൊണ്ടാണ് ഇത് റീഅപ്ലോഡ് ചെയ്യുന്നത്. ടെറിഡോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആക്ച്വലി എഫ് ബോവറാണ്. അതായത് ഫ്രെഡറിക് ഓർബൻ ബോവറാണ് ടെറിഡോളജിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. സത്യത്തിൽ ഗീബലും അദ്ദേഹം ഒരു ടെറിഡോളജിസ്റ്റ് തന്നെയാണ്. അപ്പോസ്പോറിയയുമായിട്ട് ടെറിഡോഫൈറ്റ്സിൻ്റെ പിന്നെ അപ്പോസ്പോറിയയുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ എവല്യൂഷണറി ആയിട്ടുള്ള ഒരുപാട് ഹാബിറ്റ്സിനെ കുറിച്ചുമൊക്കെ ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ഗീബൽ. അതുപോലെ എഫ് ബോവറും അദ്ദേഹം ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ടെറിഡോളജിസ്റ്റാണ്. മോർഫോളജി ആൻഡ് ടാക്സോണമിയിൽ കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ജനറലി നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ടെറിഡോളജിയുടെ പിതാവ് എന്ന് കൺസിഡർ ചെയ്യുന്നത് എഫ് ബോവറിനെയാണ്, ഫ്രെഡറിക് ഓർബൻ ബോവർ. SR കശ്യപ് ഇന്ത്യൻ ബയോളജിയുടെ പിതാവാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ടെറിഡോഫൈറ്റുകളുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ്: ബീജസങ്കലനത്തിന് ജലം ആവശ്യമാണ്. സ്പോറോഫൈറ്റ് പൂർണ്ണമായി, നമുക്ക് ഓരോന്ന് നോക്കി പോവാം. ബീജസങ്കലനത്തിന് ജലം ആവശ്യമാണെന്നുള്ളത് ശരിയായൊരു പ്രസ്താവനയാണ്. സ്പോറോഫൈറ്റ് പൂർണ്ണമായും ഗാമറ്റോഫൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രസ്താവനയിൽ സ്പോറോഫൈറ്റ് സ്വതന്ത്രമായി കാണുന്ന ഒന്നാണ്. 2 തലമുറയാണ് ടെറിഡോഫൈറ്റുകളിൽ പറയുന്നത്, സ്പോറോഫൈറ്റിക് ജനറേഷനും ഗാമറ്റോഫൈറ്റിക് ജനറേഷനും. അതിൽ സ്പോറോഫൈറ്റ് പൂർണ്ണമായിട്ടും ഗാമറ്റോഫൈറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല. സ്പോറോഫൈറ്റ് സ്വതന്ത്രമായി കാണുന്ന, കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു സസ്യരൂപത്തിൽ തന്നെയുള്ള ഒരു ഭാഗമാണ്. സ്പോറോഫൈറ്റ് പൂർണ്ണമായും ഗാമറ്റോഫൈറ്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരം കിട്ടിയെങ്കിൽ നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. സസ്യലോകത്തിലെ ഉരകവർഗ്ഗങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരെ തന്നെയാണ്. റെപ്റ്റൈൽസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സിനെ തന്നെയാണ്. വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്നും ഇവരറിയപ്പെടുന്നു. കരയിൽ തന്നെ ആദ്യത്തെ വാസ്കുലാർ ഘടനകളൊക്കെ വികസിച്ച് വന്നത് ടെറിഡോഫൈറ്റുകൾക്കാണ്. അതുകൊണ്ട് പനൽ സസ്യങ്ങളെ അല്ലെങ്കിൽ ടെറിഡോഫൈറ്റുകളെ വാസ്കുലാർ ക്രിപ്റ്റോഗ്യാംസ് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നിങ്ങൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യനിലെ ആ കീ വേർഡ് ശ്രദ്ധിച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് പോകാൻ. തെറ്റായ പ്രസ്താവനയാണ് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും നീളം കൂടിയ ടെറിഡോഫൈറ്റ് ഏതാണ്? സയത്തിയ, ഓൾസോഫില്ല, അസോള, ഓസ്മുണ്ട. അതിൽ ഓൾസോഫില്ലയാണ് ഏറ്റവും നീളം കൂടിയ ടെറിഡോഫൈറ്റ്. താഴെ തന്നിരിക്കുന്നവയിൽ മോസ്കിറ്റോ ഫേൺ എന്ന് അറിയപ്പെടുന്നത് ഏത്? ടെറിഡിയം, മാസീലിയ, അസോള, സാൽവീനിയ. മോസ്കിറ്റോ ഫേൺ എന്നറിയപ്പെടുന്നത് അസോളയാണ്. ഇതുപോലെ കുറേ കോമൺ നെയിംസൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ടെറിഡോഫൈറ്റുകളുമായി ബന്ധപ്പെട്ട അവയുടെ ചില കോമൺ നെയിംസും ഒക്കെ പഠിക്കാനുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഞ്ചാമത്തെ ചോദ്യം, ബേർഡ് നെസ്റ്റ് മോസ് എന്നറിയപ്പെടുന്ന ടെറിഡോഫൈറ്റ് ഏതാണ്? സെലാജിനെല്ല, ഓസ്മുണ്ട, അസോള, ഇക്യുസിറ്റം ഒക്കെയാണ് ഓപ്ഷൻസ്. ഉത്തരം സെലാജിനെല്ലയാണ്. സെലാജിനെല്ല റപ്പസ്ട്രിസ് എന്ന് പറയുന്ന സ്പീഷീസാണ് ആക്ച്വലി ബേർഡ് നെസ്റ്റ് മോസ് എന്നറിയപ്പെടുന്നത്. സെലാജിനെല്ലയെ പൊതുവെ സ്പൈക്ക് മോസ് എന്നും പറയാറുണ്ട്. സ്പൈക്ക് മോസ് എന്ന് വിളിക്കുന്നതും സെലാജിനെല്ലയെ തന്നെയാണ്. ആറാമത്തെ ചോദ്യം, സ്പൊറാഞ്ചിയം കാണപ്പെടുന്ന ഇലകൾ ആണ്. ഇത് താഴെ തന്നിരിക്കുന്നത് അതിൻ്റെ ഓപ്ഷൻസ് സ്പോറോഫിൽ, റെമൻഡം, ഇൻട്രഷ്യം, സോറസ് ഒക്കെയാണ്. ഇതൊക്കെ ഓരോ പ്രത്യേക ഘടനകളാണ്, ടെറിഡോഫൈറ്റുകളിൽ കാണപ്പെടുന്ന പ്രത്യേക ഘടനകളാണ്. അതിൽ സ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ഒരു പ്രത്യുൽപാദന ഘടനയാണ്. ഈ പ്രത്യുൽപാദന ഘടനകൾ കാണപ്പെടുന്ന ഇലകൾ പോലുള്ള ഭാഗമാണ് സ്പോറോഫിൽ.
ഈ ഉത്തരം സ്പോറോഫിലാണ്. അപ്പോൾ റാമെൻറ്റം എന്ന് പറഞ്ഞാലും അതൊരു പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചറാണ്. ഒരു എപ്പിഡെർമൽ ഔട്ട് ഗ്രോത്ത് പോലെയുള്ള ഒരു സ്കെയിലി എപ്പിഡെർമൽ ഔട്ട് ഗ്രോത്ത് പോലെയുള്ള ഒരു സ്ട്രക്ചറാണ്. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വരാജ്യത്തെയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു കിഡ്നി ഷേപ്ഡ് കവറാണ്. സോറസ് എന്ന് വെച്ചാലും സ്വരാജ്യത്തിൻ്റെ ഒരു കൂട്ടമാണ്. അപ്പോൾ ഇതെല്ലാം സ്വരാജ്യമായിട്ടൊക്കെ അല്ലെങ്കിൽ ബന്ധപ്പെട്ടൊക്കെ തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ സ്വരാജ്യം കാണപ്പെടുന്ന ഇലകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം സ്പോറോഫിലാണ്. ഇനി അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, ഇൻഡസ്യത്തിനുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്പൊറാഞ്ചിയത്തിൻ്റെ കൂട്ടമാണ്. ഓപ്ഷൻ ബി സോറസ് ആണ് ഉത്തരം. റാമൻഡ, സ്പോറോഫിൽ, ട്രാബിക്കുല ഒക്കെ ടെറിഡോഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഘടന തന്നെയാണ്. ഇപ്പോൾ ട്രാബിക്കുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെലാജിനെല്ലയിൽ കാണപ്പെടുന്ന ഒരു ഘടനയാണ്. സെലാജിനയിൽ കാണപ്പെടുന്ന സെലാജിനെല്ലയുടെ അതിൻ്റെ ഒരു ഇൻറ്റേർണൽ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ഒരു ട്യൂബുലാർ സ്ട്രക്ചർ പോലെ ഇതുപോലെ അതിൻ്റെ കോർട്ടക്സിനെ ഘടിപ്പിക്കുന്ന ഒരു ഘടനയാണ് ആക്ച്വലി ഈ ട്രാബിക്കുലെ എന്ന് പറയുന്നത്. ട്യൂബുലാർ സ്ട്രക്ചറാണ്. ഓക്കെ. അപ്പോൾ ഇൻഡസ്യത്തിനുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്പൊറാഞ്ചിയത്തിൻ്റെ കൂട്ടം എന്ന് പറയുന്നത് ഇവിടെ ഉത്തരം വരുന്നത് സോറസുകളാണ്. അതായത് കൂട്ടം പോലെ, സോറി എന്നാണ് അതിൻ്റെ ഒരു പ്ലൂറൽ നെയിം. സോറസ് എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. ഓക്കെ. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതിലാണ് രേണുകൾ സസ്യത്തിനുള്ളിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നത്? സെലാജിനെല്ല, ഡ്രയോപ്റ്റെറിസ്, ലൈക്കോപോഡിയം, ഇക്യുസെറ്റം. ഓക്കെ. ഇതിൽ ഉത്തരം സെലാജിനെല്ലയാണ്. ഇവയിലാണ് സസ്യത്തിനുള്ളിൽ വെച്ച് തന്നെ രേണുക്കൾ മുളയ്ക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് പഠിക്കാനുള്ള ടിപ്പിക്കൽ ടെറിഡോഫൈറ്റ്സ് ആണ്. ഇതെല്ലാം ഓരോ പർട്ടിക്കുലർ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുന്നവയാണ്. ലൈക്കോപ്സിഡ, സ്പിനോസിഡ, അതുപോലെ തന്നെ സിലോട്ടോപ്സിഡ, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകൾ, ഒരു 4-5ഓളം ക്ലാസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസിൽ തന്നിരിക്കുന്നതിൽ ഒരു 4 ക്ലാസ്സുകളും അതിൻ്റെ അകത്തുള്ള എക്സാമ്പിൾ സ്പീഷീസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ജീനസ് നെയിമുകളാണ്. അപ്പോൾ അതുമായിട്ട് ഇപ്പോൾ സെലാജിനെല്ലയാണെങ്കിൽ സെലാജിനെല്ലയുമായി ബന്ധപ്പെട്ട ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അത് മാത്രമല്ല അതിൻ്റെ ഘടന, അതിൽ പ്രത്യേകം കാണുന്ന പിന്നെ സ്റ്റീൽ പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടെറിഡോഫൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു 130ഓളം ചോദ്യങ്ങളെങ്കിലും സത്യത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ട് നമ്മൾ യൂട്യൂബിൽ നമുക്ക് അത്രയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പ് ലേണിങ്ങിൽ ജോയിൻ ചെയ്യാം. ഗ്രൂപ്പ് ലേണിംഗ് ബയോമാസ്റ്റർ PSCയുടെ ഒരു ഗ്രൂപ്പ് ലേണിംഗ് ഉണ്ട്. ഗ്രൂപ്പ് ലേണിങ്ങിൽ അത് ഒരു പെയ്ഡ് ഗ്രൂപ്പാണ്. നിങ്ങൾക്കതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനിയും ലേറ്റായിട്ടില്ല, വൈകിട്ടില്ല, 4-5 മാസങ്ങൾ കൂടെ നമുക്ക് എക്സാമിന് വേണ്ടി ഉണ്ടെന്ന് വിചാരിക്കുന്നു. കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ലേറ്റായിട്ട് ജോയിൻ ചെയ്യുന്നവർക്കും പ്രശ്നമില്ല. നിങ്ങൾക്കതിൻ്റെ ഈ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് എടുത്തത് പഠിക്കാം. ഓക്കെ. കാരണം കൂടുതൽ കാര്യങ്ങൾ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഒരു വോയിസ് ക്ലാസ്സിലൂടെയോ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കഷനിലൂടെയോ ഒക്കെ ചെയ്യണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓക്കെ. അടുത്തത് 9ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ലെപ്റ്റോസ്പൊറാഞ്ചിയോ കാണപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ടൈപ്പ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് 2 രീതിയിലുണ്ട്, ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ആൻഡ് യൂസ്പൊറാഞ്ചിയേറ്റ്. അപ്പോൾ അതിൽ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സെല്ലിൽ നിന്നും സ്പൊറാഞ്ചിയം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ സെൽവേനിയ, മാർസീലിയ, ടെറസാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഇതിലെല്ലാത്തിലും കാണപ്പെടുന്നതാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ്. അപ്പോൾ യൂസ്പൊറാഞ്ചിയേറ്റ് ഏതാണെന്നും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം, അതിൻ്റെ എക്സാമ്പിൾസൊക്കെ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. ഓക്കെ. അടുത്ത ചോദ്യമാണ്, ക്ലാസ് സ്പിനോസ്ഫിഡയിലെ ഒരേ ഒരു അംഗം ഏത്? മാർസീലിയ, സെലാജിനെല്ല, ലൈക്കോപോഡിയം, ഇക്യുസെറ്റമൊക്കെയാണ് ഓപ്ഷൻ. ഇക്യുസെറ്റമാണ്. ഹോഴ്സ് ടെയിൽ എന്നൊക്കെ അറിയപ്പെടുന്ന, സ്കാറിംഗ് റഷസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇക്യുസെറ്റമാണ്. ഇക്യുസെറ്റത്തിൻ്റെ എപ്പിഡാമിസിൽ ഒരു സിലിക്ക ഡെപ്പോസിഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കതിനെ പോളിഷിങ്ങിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇക്യുസെറ്റം എന്ന് പറയുന്ന ഈ ഒരു ടെറിഡോഫൈറ്റാണ് സ്പിനോസ്ഫിഡയിലെ ഒരേ ഒരു അംഗം. അടുത്തതായി ക്ലബ് മൂസ എന്നറിയപ്പെടുന്ന ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതുപോലുള്ള കോമൺ നെയിംസ് ചോദിക്കുന്നത്. ക്ലബ് മൂസ എന്നറിയപ്പെടുന്നത് ഇക്യുസെറ്റം, സെലാജിനെല്ല, ലൈക്കോപോഡിയം, റൈനിയ. ഉത്തരം ലൈക്കോപോഡിയമാണ് ക്ലബ് മൂസ് എന്നറിയപ്പെടുന്ന ടെറിഡോഫൈറ്റ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ ഗ്രൗണ്ട് പൈൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഗ്രൗണ്ട് പൈൻ എന്ന് അറിയപ്പെടുന്നത് ലൈക്കോപോഡിയമാണോ, സെലാജിനെല്ലയാണോ, മാർസീലിയയാണോ, ഓഫിയോഗ്ലോസമാണോ? ലൈക്കോപോഡിയം തന്നെയാണ് ഗ്രൗണ്ട് പൈൻ എന്ന് അറിയപ്പെടുന്നത്. ലൈക്കോപോഡിയത്തിന് 2 പേരുണ്ട്, ക്ലബ് മൂസ്, ഗ്രൗണ്ട് പൈൻ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 പേരുകൾ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാബിക്യുല കാണപ്പെടുന്നത് ഏത്
ടെറിഡോഫൈറ്റിലാണ്. ട്രാബിക്കുലേ കാണപ്പെടുന്നത് സെലാജിനെല്ലയിലാണ്. സെലാജിനെല്ലയിലാണ് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഞാൻ വരച്ച് കാണിച്ചിരുന്നു. സെലാജിനെല്ലയിൽ കാണുന്ന ഒരു ട്യൂബുലാർ സ്ട്രക്ചറാണ്, ഒരു കണക്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സെലാജിനെല്ല. ഇതിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചറാണ് ട്രാബിക്കുല എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം 14ാമത്തേത്, റൈസോഫോർ കാണപ്പെടുന്നതിൽ ഏതാണ്? മാർസീലിയ, റൈനിയ, ഇക്വിസെറ്റം, ഇതിൽ ഏതിലാണ് റൈസോഫോർ കാണപ്പെടുന്നത്? റൈസോഫോർ എന്ന് പറഞ്ഞാൽ അത് റൂട്ട് പോലെയുള്ളൊരു സ്ട്രക്ചറാണ്. മാർസീലിയയിലൊക്കെ റൈസോം കാണപ്പെടുന്നുണ്ട്, പക്ഷേ എന്ത് കാണപ്പെടുന്നില്ല? റൈസോഫോർ കാണപ്പെടുന്നില്ല. അപ്പോൾ സെലാജിനെല്ലയിലാണ് റൈസോഫോർ കാണപ്പെടുന്നത്. ഇതിൽ തന്നിരിക്കുന്നതിൽ റൈസോഫോർ കാണപ്പെടുന്നത് സെലാജിനെല്ലയിൽ ആണ്. അടുത്ത ചോദ്യം, സെലാജിനെല്ലയുടെ കാണ്ഡത്തിലുള്ള സ്റ്റീൽ ടൈപ്പ് ഏതാണെന്നാണ്. അപ്പോൾ പ്രധാനമായും ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സ്റ്റീൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ കാണ്ഡത്തിനാണെങ്കിലും ശരി, അതുപോലെ വേരിനാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒരു വാസ്കുലാർ ടിഷ്യൂവിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സ്റ്റീൽ ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പിത്തുള്ളതാണോ പിത്തില്ലാത്തതാണോ അങ്ങനെയുള്ള സ്റ്റീൽ ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായും പ്രോട്ടോ സ്റ്റീൽ, സൈഫണോ സ്റ്റീൽ, സോളിനോ സ്റ്റീൽ എന്ന് പറയുന്ന 3 ബേസിക് കാറ്റഗറിയാണ് വരുന്നത്. ഒരു സ്റ്റീലാർ സിസ്റ്റം ഓഫ് എവല്യൂഷൻ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ടെറിഡോഫൈറ്റ്സ് പഠിക്കുമ്പോൾ. ഈ 3 സബ് കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ സെലാജിനെല്ലയുടെ കാണ്ഡത്തിലുള്ള സ്റ്റീൽ ടൈപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോ സ്റ്റീൽ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഓരോ ടൈപ്പ് പഠിക്കുമ്പോഴും അതിൻ്റെ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും സ്റ്റീൽ ടൈപ്പ് പഠിക്കേണ്ടത് വളരെ നിർബന്ധമാണ്. അടുത്ത ചോദ്യം, സ്പൈക്ക് മോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്പൈക്ക് മോസ് എന്നറിയപ്പെടുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെലാജിനെല്ലയാണ്. ലൈക്കോപോഡിയം എന്ന് പറയുന്നത് ക്ലബ് മോസ് ആണ്. ഇക്വിസെറ്റത്തിൻ്റെ പേര് ഹോഴ്സ് ടെയിൽ എന്നാണ് ഇക്വിസെറ്റത്തെ വിളിക്കുന്നത്. ഹോഴ്സ് ടെയിൽ എന്നും സ്കൗറിംഗ് റഷസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സെലാജിനെല്ലയുടെ പേരാണ് സ്പൈക്ക് മോസ്. ഓർത്തിരിക്കുക, സ്പൈക്ക് മോസ് എന്ന് പറയുന്നത് സെലാജിനെല്ലയെ ആണ്. അടുത്ത ചോദ്യം, സെലാജിനെല്ലയിൽ കാണപ്പെടാത്ത ഘടന ഏതാണെന്നാണ്. ലിഗ്യൂൾസ് നോക്കുകയാണെങ്കിൽ ഉണ്ട്, സെലാജിനെല്ലയിൽ ലിഗ്യൂൾസ് ഉണ്ട്, ട്രാബിക്കുലേസ് ഉണ്ട്, റൈസോഫോറും ഉണ്ട്. നമ്മൾ 3 ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇല്ലാത്ത ഘടന റാമൻറ്റ എന്ന് പറയുന്ന ഒരു ഘടനയാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് എപ്പിഡെർമൽ ഔട്ട് ഗ്രോത്ത് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു ഘടന സെലാജിനെല്ലയിൽ ഇല്ല. 18ാമത്തെ ചോദ്യം, ഉയിർത്തെഴുന്നേൽപ്പ് സസ്യം അഥവാ റിസറക്ഷൻ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? സെലാജിനെല്ലയാണ്. ഉയിർത്തെഴുന്നേൽപ്പ് സസ്യം അഥവാ റിസറക്ഷൻ പ്ലാന്റ് എന്നറിയപ്പെടുന്നത് സെലാജിനെല്ലയാണ്. സെലാജിനെല്ലയുടെ ആന്ത്രോസോയിഡുകൾ എങ്ങനെയുള്ളവയാണ്? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ആന്ത്രോസോയിഡുകളുടെ ടൈപ്പ്. അതായത് അത് ഫ്ലജല്ലേറ്റ് എത്ര ഫ്ലജല്ല ഉണ്ടെന്ന് പഠിക്കണം. ഇത് ബൈ ഫ്ലജല്ലേറ്റ് ആണ്. സെലാജിനെല്ലയുടെ ആന്ത്രോസോയിഡുകൾ ബൈ ഫ്ലജല്ലേറ്റ് ആണ് എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ പല സ്പീഷീസുകളിലും മൾട്ടി ഫ്ലജല്ലേറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ യൂണിഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ളതോ ഫ്ലജല്ല ഇല്ലാത്തതോ ഒക്കെ ആയിട്ടുള്ള ആന്ത്രോസോയിഡുകൾ കണ്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും കൃത്യമായിട്ട് എടുത്ത് പഠിക്കുക. സെലാജിനെല്ലയുടെ ആന്ത്രോസോയിഡുകൾ ബൈ ഫ്ലജല്ലേറ്റ് ആണെന്നുള്ളത് പഠിക്കാം. അടുത്തത്, സെലാജിനെല്ലയുടെ പെൻ ഗാമറ്റോഫൈറ്റിൻ്റെ വികാസം. അടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് പെൻ ഗാമറ്റോഫൈറ്റിൻ്റെ വികാസം എങ്ങനെയുള്ളതാണെന്ന്. എക്സോസ്പോറിക് ആണോ, എക്സോസ്കോപ്പിക് ആണോ, എൻഡോസ്പോറിക് ആണോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു സ്പോർ വാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എങ്കിൽ നമുക്കതിന് എൻഡോസ്പോറിക് എന്ന് പറയാം. പുറത്താണെങ്കിൽ എക്സോസ്പോറിക് എന്ന് പറയാം. സെലാജിനെല്ലയുടെ പെൻ ഗാമറ്റോഫൈറ്റിൻ്റെ വികാസം എന്ന് പറയുന്നത് എൻഡോസ്പോറിക് ആയിട്ടുള്ള വികാസമാണ്. ഇവിടെ വരുന്നത് എൻഡോസ്കോപ്പിക് എന്നാണ് കേട്ടോ. ഈ ഡിയിൽ വരുന്നത് എൻഡോസ്കോപ്പിക് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. അതിലെങ്കിലും കുഴപ്പമില്ല, ഉത്തരം എൻഡോസ്പോറിക് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ടെറിഡോഫൈറ്റ്സ് എന്നല്ല ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും ആ ടോപ്പിക്കിൽ നമുക്ക് സിലബസ് തന്നിട്ടുള്ള കാര്യങ്ങളെ ഒരു ലിമിറ്റിനുള്ളിൽ നിർത്തിക്കൊണ്ട് കൃത്യമായി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങളാണ്, മാസങ്ങളാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഏറ്റവും മാക്സിമം മുന്നിൽ ഓടിയെത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്ന യൂസ്ഫുള്ളാവുന്ന വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാവരും ഇതുവരെ ഇപ്പോൾ ഈ ചാനൽ വീഡിയോ ക്ലാസ്സുകൾ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ഈ ചാനൽ ഫോളോ ചെയ്ത് വരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. നിങ്ങളുടെ സപ്പോർട്ടിനും അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന കമൻസും ഒക്കെ ഞാൻ കാണാറുണ്ട്. ഒത്തിരി നന്ദി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അത് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് തീർച്ചയായിട്ടും വരാം. ഗ്രൂപ്പ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആയിരിക്കും. കാരണം ഒത്തിരി ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്. അവിടെ ഒരു ഷെയറിങ് ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഷെയർ ചെയ്ത് പഠിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ അതിലൊരു കോമ്പറ്റീറ്റീവ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല മാക്സിമം അതിനകത്ത് എത്ര പേരുണ്ടെങ്കിലും കൂടുതൽ പഠിച്ച് മുന്നിലെത്തുന്നവരാണ് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിലേക്ക് വരിക. എല്ലാവരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടട്ടെ. അതുപോലെ ജോലി ലഭിക്കാനായിട്ട് എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇനിയുള്ള ദിവസങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.